അമേരിക്കയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് ഒരാൾ വരുന്നു. പുള്ളിയുടെ പേര് സെർജിയോ ഗോർ. ഇദ്ദേഹം റഷ്യൻ ഒറിജിനാണ്, ജൂയിഷ് ആണെന്ന് പറയുന്നു. അതിനേക്കാളുപരി ഹാർഡ് കോർ കാത്തലിക്. ഇദ്ദേഹം ജനിച്ചത് പഴയ USSRലുള്ള സോവിയറ്റ് യൂണിയനിലാണ്, ഉസ്ബെക്കിസ്ഥാൻ. അവിടെ നിന്നും മാൾട്ടയിലോട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം മൈഗ്രേറ്റ് ചെയ്യുന്നു. മാൾട്ടയിൽ നിന്നും പഠിക്കാൻ വേണ്ടി ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. അവിടെ നിന്നും ഇയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അതിന് കൺസർവേറ്റീവായിട്ട് വലിയ അനുഭവമുണ്ടാകുന്നു. തുടർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ചേർന്ന് ഇദ്ദേഹം അമേരിക്കയിലെ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഈ സെർജിയോ ഗോർ. ട്രംപിൻ്റെ റൈറ്റ് ഹാൻഡ്. അപ്പം വൈറ്റ് ഹൗസിൻ്റെ ഡയറക്ടറായിരുന്നു ഇത്രയും നാളും. അപ്പം ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിലെ ട്രംപിൻ്റേതായിട്ടുള്ള സോഷ്യൽ ട്രൂത്തിലാണ് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇനി അത് സെനറ്റും കൂടെ അപ്രൂവ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യയുടെ അംബാസഡറായിട്ട് ഇദ്ദേഹം ഡൽഹിയിൽ വരുന്നത്. മനസ്സിലാക്കുക, ജാനുവരി മുതൽ ഇന്ത്യയിൽ അമേരിക്കൻ അംബാസഡറുടെ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ സംസാരമുണ്ടായതും നേരത്തെ അറിയാൻ സാധിച്ചത്, മോദിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള സൗരഭ് കുമാർ, ഒരു അംബാല ബേസ്ഡ് അമേരിക്ക ഷിക്കാഗോ ബിസിനസ്സുകാരനാണ്. ഈ ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് ഏകദേശം $2-3 മില്യൺ ഈ പാർട്ടിയുടെ ക്യാമ്പയിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിന്ദു റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു ഗ്രൂപ്പുണ്ട് അമേരിക്കയിൽ, അതിൻ്റെ ഹെഡാണ്. ഇയാളുടെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇയാളായിരിക്കും ഇന്ത്യയുടെ അംബാസഡറായിട്ട് വരുന്നത്. കാരണം ട്രംപ് മോദി തമ്മിൽ അത്ര ബന്ധമാണ്. ഈ സൗരവ് കുമാർ എന്ന് പറയുന്ന ആള് അമേരിക്കയിലുള്ള ബിസിനസ്സുകാരെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോർ ഗ്രൂപ്പിൻ്റെ ആളാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്, മോദിയുമായിട്ട് ട്രംപ് അടിച്ചു പിരിഞ്ഞതിന് ശേഷമാണ് ഇയാളെ പൂർണ്ണമായിട്ട് മറ്റേയാളെ അങ്ങ് മാറ്റിയിട്ട് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ, ട്രംപിനെ പറ്റി പുസ്തകം എഴുതിയ ആളാണ്, ട്രംപിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് ഈ സെർജിയോ ഗോർ. അതായത് ട്രംപ് വന്ന ശേഷം ഏകദേശം 4000-ഓളം ഫെഡറൽ സ്റ്റാഫുകളുണ്ട്. ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനുകളുടെ സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തതിൻ്റെ മുഖ്യ കണ്ണി. അതുപോലെ ഏറ്റവും വേഗതയിലാണ് ഈ 4000 പേരെ ഇയാൾ റിക്രൂട്ട് ചെയ്ത് ട്രംപിന് അനുകൂലമായിട്ട് വൈറ്റ് ഹൗസും ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലും ആൾക്കാരെ മാറ്റിയെടുത്തത്. ഇയാൾ തന്നെയായിരുന്നു ഒരിക്കൽ ട്രംപിൻ്റെ ശത്രുവായി മാറിയ എലോൺ മസ്കിനെ പുറത്താക്കി അയാളെ ഒതുക്കി കളഞ്ഞത്. അതായത് ഏറ്റവും മെട്ടിക്കുലസ് ആയിട്ട് ഹാർഡ് കോർ, അതായത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുവാൻ എന്തു വില കൊടുത്തും നടത്തിയെടുക്കുന്ന ആളാണ് സെർജിയോ ഗോർ. അയാളെ പറ്റിയുള്ള പ്രൊഫൈലുകളും അയാളെ പറ്റിയുള്ള ആർട്ടിക്കിൾസിനും അമേരിക്കൻ മീഡിയയിൽ വന്നിരിക്കുന്നത്. അത്രമാത്രം ട്രംപിൻ്റെ റൈറ്റ് ഹാൻഡാണ് ഈ സെർജിയോ ഗോർ. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് കോർ കാത്തലിക്കാണ്. ഈ ട്രംപും കാത്തലിക്സുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഇയാൾ തന്നെയാണ്. അങ്ങനെയാണ് അമേരിക്കയിലുള്ള കാത്തലിക് കമ്മ്യൂണിറ്റി ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനും റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനും പ്രധാന കാരണക്കാരൻ ഈ സെർജിയോ ഗോറാണ്. അപ്പോൾ സെർജിയോ ഗോർ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യമുണ്ട്. അയാളുടെ ദൗത്യം എന്ന് പറയുന്ന മോദിയെ മാറ്റുക. ആ ദൗത്യവുമായിട്ടാണ് സെർജിയോ ഗോർ ഇവിടെ വരുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് മോദിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരെ, ഒരു ഇന്ത്യക്കാരനെയൊക്കെ മാറ്റിയിട്ട് ഹാർഡ് കോർ ട്രംപ് പറയുന്ന അതേപോലെ ചെയ്യുകയും അതിനുവേണ്ടി എന്ത് വില കൊടുത്തും ഏത് റൂത്ത്ലെസ്സായ രീതിയിൽ അവലംബിക്കുകയും അതനുസരിച്ച് പോവുകയും ചെയ്യുന്ന ആളാണ് സെർജിയോ ഗോർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ട്രംപ് മോദിയും തമ്മിൽ അടിച്ചു പിരിച്ചു. അമേരിക്കൻ ഗെയിം പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു മോദിയെ മാറ്റുക. അതിൻ്റെ ഏറ്റവും അടുത്ത പടിയാണ് സെർജിയോ ഗോർ എന്ന് പറഞ്ഞയാളെ ഇന്ത്യയിലോട്ട് വിടുന്നത്.
നിങ്ങൾ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക. അല്ല വെറുതെ ഒരു അംബാസഡർ കയറി വരുമല്ല. വൈറ്റ് ഹൗസിന്റെ ഡയറക്ടറെ താൽക്കാലികമായിട്ട് മോദിയെ മാറ്റാൻ വേണ്ടി ഇന്ത്യൻ അംബാസഡറായിട്ട് വിടുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് മറ്റുള്ള ഗ്ലോബലായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് സ്ട്രെങ്തൻ ചെയ്തിട്ട് അവരെ എല്ലാം മോദിക്കെതിരെ ആക്കുക. എന്നിട്ട് ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ മറ്റുള്ളവരെ സ്ട്രെങ്തൻ ചെയ്യുക. അതായത് മോദിയെ അനുകൂലിക്കുന്ന BJPക്കകത്തുള്ളവരെ മാറ്റിയെടുക്കുക. അതായത് മനസ്സിലാക്കുക, BJPക്കകത്ത് തന്നെ അടിയുണ്ടാക്കുക ഇയാൾ. അതാണ് ഇയാളുടെ ഉദ്ദേശം. ഇത് ഞാൻ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല. ഗെയിം ചേഞ്ചറാണ് ഇയാള്. ഇയാളാണ് ട്രംപിനെ വിജയിപ്പിച്ചത്. ഇയാൾക്ക് 39 വയസ്സേ ഉള്ളൂ. ശരിക്കും ഗെയിം അറിയാവുന്ന ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനാണ്. അതുമല്ല റഷ്യൻ ഒറിജിനാണ്. അപ്പം ഇയാൾക്കറിയാവുന്ന ഗെയിമുകൾ ഉപയോഗിച്ച് അമേരിക്കയിൽ കളിച്ചിട്ടാണ് ട്രംപ് ഇത്ര പവർഫുൾ ആയത് അമേരിക്കയിൽ. എലോൺ മസ്ക് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരന് ട്രംപിന് ഇത്രയും ഫണ്ട് കൊടുത്ത ആളെ എടുത്ത് ചുരുട്ടി കൂട്ടി ദൂരെ കളഞ്ഞു. അയാൾ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാം, അതുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു പുല്ലും നടന്നില്ല. തൊലച്ച് നാശമാക്കി കളഞ്ഞു മസ്കിനെ. അതായത് ട്രംപുമായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ ആ ഗെയിം പ്ലാൻ ചെയ്ത കീ ആയിട്ടുള്ള ഈ പറയുന്ന സെർജി ഗോർ ഇന്ത്യയിൽ വരുമ്പോൾ, ഡൽഹി വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത് സിമ്പിൾ ഗെയിം ആയിരിക്കുമെന്ന്? ഇത് ഹൊറിബിൾ ഗെയിമിലോട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് പോകാൻ പോവുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, BJP ഇയാൾ പിളർത്തും. കാരണം BJPയുടെ RSS ഈ പറയുന്ന മോദിയുടെ കൂടെ അല്ല. പല ആവർത്തി പറഞ്ഞു ഇതൊക്കെ RSSുമായിട്ടും ഈ BJP ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഹ്യൂജ് ഗ്രൂപ്പ് ഉണ്ട് അമേരിക്കയിൽ. അവരുമായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ് ഈ സംഭവം. അതായത് തീരുമാനിച്ചു മോദിയെ മാറ്റുക, എന്ത് വില കൊടുത്തും. അതിനവർ എന്തും മാക്സിമം എല്ലാ വൃത്തികെട്ട കളിയും കളിക്കും. അതിനായിട്ടാണ് ഇയാളെ കൊണ്ടുവരുന്നത്. ഇപ്പം ഇയാൾ വന്നു കഴിയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷവുമായിട്ട് ഇയാൾ ഓരോരുത്തരെ ആൾക്കാരെയും കാണും. ഇയാൾക്ക് പറ്റില്ല എന്ന് ഗവൺമെൻറ് പറയാൻ പറ്റത്തില്ല. അതാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പലതിനകത്തും കയറി ഇന്ത്യത്ത് കയറി ഇടപെടും. എല്ലാം ഇന്ത്യയുടെ ഡിപ്ലോമസി കയറി കൺട്രോൾ ചെയ്യും. അതായത് ഇന്ത്യ ചൈന റിലേഷൻ, ഇന്ത്യ റഷ്യ. അതായത് മോദി കാണിച്ച വലിയ അബദ്ധമുണ്ട്. ഈ ചൈനയുമായിട്ട് പെട്ടെന്ന് ട്രംപുമായിട്ട് ഉടക്കിയിട്ട് പെട്ടെന്ന് കയറി അടുത്തതാണ്. ഈ ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ശരിക്കും. കാരണം ട്രംപാണ് ഈ മോദിയെ ഇന്റർനാഷണൽ സ്റ്റാറായിട്ട് കൊണ്ടുവരുന്നത്. ഈ കോഡ് എന്ന് പറഞ്ഞ് വലിയ സംഭവം ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ, അതായത് G7 കൺട്രീസും ഇതിൽ കൂടെ ഒക്കെ മോദിയെ പ്രൊമോട്ട് ചെയ്ത ട്രംപ്. അവസാനം ട്രംപ് അവരുടെ ഈഗോ ക്ലാഷ് കയറി അങ്ങ് മുട്ടി. അതിൻ്റെ പ്രതിഫലനമാണ് സെർജിയോ ഗോറിനെ ഇങ്ങോട്ട് വിടുന്നത്. ഇത് ഗെയിം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗെയിം അല്ല. വല്ലാത്ത ഗെയിമായിട്ട് ഈ സംഭവങ്ങൾ മാറുവാണ്. അതിൻ്റെ ഓരോ സംഭവങ്ങളാണ് ഈ ഓരോ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. ഓരോ ഡെവലപ്മെൻറ്റും ഗ്ലോബലായിട്ടുണ്ടാകുന്നത്. അമേരിക്കയിൽ ഇന്ത്യക്കാരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, ഉറപ്പായിട്ടും ചെയ്യും. ഇന്ത്യ അതാണ് ഈ അമേരിക്കയുമായിട്ട് യോജിച്ച് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോയിക്കോണം. അവൻ്റെ കാലിൻ്റെ അടിയിൽ പോയി നിൽക്കരുത്. ആദ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളോട് ഭയങ്കര സ്നേഹവും ഇൻവെസ്റ്റ്മെൻറ്റും അതും ഇതും സ്നേഹവും ഒക്കെ പറയും. പക്ഷെ മനസ്സിലാക്കണം, അത് വലിയൊരു കെണിയാണ് ഈ സംഭവം. വളരെ സൂക്ഷിച്ച് നിന്ന് കണ്ട് ഗെയിം മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കോണം. നിന്നെ അവൻ ഒരു സ്റ്റാർ ആക്കുവാണെങ്കിൽ നിന്നെ അവൻ 0 ആക്കാനും മടിക്കത്തില്ല. ആ ഗെയിമാണ് ട്രംപ് സ്റ്റാർട്ട് ചെയ്ത അമേരിക്കയുടെ ഗെയിം. അത് ട്രംപിൻ്റെ മാത്രം. ഇങ്ങനെയാണ് അമേരിക്ക എല്ലാവരോടും പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, അതായത് ഓരോ ഡെവലപ്മെൻറ്റ്, ഓപ്പറേഷൻ സിന്ദൂർ, ട്രംപ് മോദി കോൺഫ്ലിക്റ്റ്, അത് കഴിഞ്ഞിട്ട് അടി, അത് കഴിഞ്ഞ് യുദ്ധം നിർത്തിയ സംഭവം, അതിനുശേഷം ഈ പറയുന്ന റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഇഷ്യൂ, അതിനുശേഷം ഇന്ത്യക്കാർക്കെതിരെയുള്ള അവരുടെ വിസ റിവ്യൂ ചെയ്യാനുള്ള ടോപ്പിക്ക്, അതിനുശേഷം ഇന്ത്യക്കാരുടെ H1B1, അതായത് ഇന്ത്യൻ ജോബുകൾ, ഇന്ത്യ IT-യുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിസ ടെർമിനേഷൻ, H1B1, B1 B2 വിസ, അതിനകത്ത് അൺസർട്ടനിറ്റി, ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് നോക്ക്. അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഗെയിം പ്ലാൻ എവിടുന്ന് എവിടെ വരെ അങ്ങോട്ട് പോയി. ഇതിന് റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അമേരിക്കയെ പറ്റി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അവർ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നവരാണ്. അവരാണ് തീരുമാനിക്കുന്നത്. ആ രീതിയിലാണ് അവർ പോകുന്നത്.
ഇന്ത്യക്കെതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഗ്ലോബലായിട്ട് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. അവരെ എതിർത്തു, അവർ മാറ്റി. സിമ്പിളായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാറ്റാൻ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എടുത്തു മാറ്റാൻ പറ്റും. അതേപോലെ വേറെ കാര്യം പറയാം, ഈ ബ്രസീലിയൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുല, അയാൾ ചുമ്മാതെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അയാൾക്ക് ഈ പറയുന്ന പോലെ വലിയ പവറൊന്നുമില്ല. കാരണം ബ്രസീലിൻ്റെ എക്കോണമി വരാൻ ദിവസം വലിയ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും. ചെറിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ഇരിക്കുന്നത്. വലിയൊരു വിഭാഗം ഈ ബ്രസീലിലുള്ളവർ അവിടുത്തെ ബോൺസിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അയാൾ ഏത് സമയത്ത് ദൂരെ കളയും. കാരണം ബ്രസീലിലും അവിടുത്തെ ലുലയുടെ പാർട്ടിക്കകത്തും അപ്പുറത്തെ പാർട്ടി വലിയ ഇഷ്യൂ നടക്കുകയാണ്. ഏത് സമയത്തും അയാളെ തെറിക്കാം. ഈ ബ്രിക്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ പറയുന്ന റഷ്യ, അമേരിക്ക, ചൈന, ഈ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യം. അതിന് സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. ഈ സൗത്ത് ആഫ്രിക്കയെ പിടിച്ച് 2 വിരട്ട് കഴിയുമ്പോൾ അവൻ പുറകോട്ടങ്ങ് പോയി. ഇത്രയും ഉള്ളു ഈ സംഭവം. അപ്പം അതിനിടയ്ക്ക് നമ്മളാണിത് പെട്ടുപോകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയോ അല്ല സൗദിയോ അല്ല മറ്റൊന്നുമല്ല. നമ്മളൊരു വൈബ്രൻ്റ് എക്കണോമി ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു രാജ്യമാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ ഇത്ര ഇന്ത്യക്കാരെ പുറത്താക്കുന്ന സംഭവം ഇത് അമേരിക്ക തുടങ്ങി റിവ്യൂ ചെയ്യാൻ. നാളെ ഉണ്ടാകുന്നൊരു സംഭവം എന്തെന്നറിയോ? ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങി. അവിടെ വിസ കിട്ടിയവനും ജോലിക്ക് വന്നവനും അവരുടെ മറ്റുള്ള കാരണം അമേരിക്ക എന്ത് ചെയ്യുന്നോ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യും. അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തു, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ ഒരു സംഭവമായിട്ട് മാറി. കാരണം ഇന്ത്യക്കാരാണ് ലോകത്തുള്ള അവിടെയുള്ള രാജ്യങ്ങളുടെ ജോലി അടിച്ചു മാറ്റുന്നത്. ഇതൊരു വലിയ തരംഗമായിട്ടങ്ങ് പോവാണ്. അതോടുകൂടി അവരും ഈ പറയുന്ന ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഈ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അവരും തുടങ്ങും, ഞങ്ങളും വിസ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിസ റിവ്യൂ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും പെട്ടു. ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ സംഭവം പെട്ടു. ഇതിനകത്ത് ഞാൻ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ അറിഞ്ഞതായി സംഭവം, നിങ്ങളവിടെ ഗ്രീൻ കാർഡ് ഉള്ള ആളുകൾ തൽക്കാലം അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വരണ്ട. അത് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഇവിടുന്ന് പോയി ഇവർ അമേരിക്കൻ ഈ പറയുന്ന വിസ റിവ്യൂ എന്ന് പറയുന്ന AI ഉപയോഗിച്ച് അവർ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പല ആൾക്കാരും നാട്ടിൽ പോയവർക്കൊക്കെ അവർ പോലും അറിയത്തില്ല ഇത് ടെർമിനേറ്റ് ചെയ്യും. ഈ സംഭവം സസ്പെൻഡ് ചെയ്ത് കളയും. നിങ്ങൾക്കൊരു മെയിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിലോട്ട് എമിഗ്രേഷന് പോകാൻ നേരത്താണ് അറിയുന്നത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കുക, കാരണം ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് നല്ലതായ ശേഷം മാത്രം നിങ്ങൾ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യുന്ന കാര്യം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ചിന്തിക്കാവൂ. കാരണം എനിക്ക് വളരെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് കിട്ടത്തൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ തൽക്കാലം അവിടുന്ന് ട്രാവൽ ചെയ്യാതിരിക്കുക. ഈ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം കൂടെ സസ്പെൻഡ് ചെയ്ത് കൈ തരും. വളരെ സൂക്ഷിച്ച് തന്നെ പെരുമാറുക. ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്കൻ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ സീനിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഓഫീസറാണ് പറഞ്ഞത്. അറിയാവുന്നവരോട് പറയുക, അദ്ദേഹം ഒരു മലയാളിയെ പറയുക, വളരെയധികം ആളുകൾ ഇപ്പം യാത്ര ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്. ഇത് 4-5 ദിവസം കൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പോയവരോട് പറയും, തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും അറിയുന്നത് അവരുടെ വിസ ടെർമിനേറ്റ് ചെയ്തു, അതായത് ഗ്രീൻ കാർഡ്. അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പം അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അറിയുന്നത് അത് പോകുന്ന പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് വളരെ മോശമാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇത് അഡ്വൈസായിട്ട്, കാരണം ആ രീതിയിലാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഈ പറയുന്ന ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും രീതിയിൽ അത് പറഞ്ഞ് ഒഴിവാക്കുക. കാരണം ഇഷ്യൂ നമ്മളെ
നമ്മുടെ കയ്യിൽ നിന്നും നിൽക്കുന്ന രീതിയിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ട ഇഷ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്.